ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. കഥ കേൾക്കാൻ ഏറെ ദിവസം കാത്തിരുന്നു അല്ലേ? സാരല്ല കേട്ടോ, ഞാൻ ഒരുപാട് തിരക്കിലായിപ്പോയി. പിന്നെ ചെറിയ ശാരീരിക പ്രശ്നങ്ങളും. ഇതെല്ലാം മാറിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ലെന്ന് മനസ്സിലായി. എന്തായാലും കഥ കേൾക്കാൻ കാത്തിരിക്കുന്ന ആരെയും ഞാൻ നിങ്ങളുടെ ക്ഷമ നശിപ്പിക്കുന്നില്ല. ഇന്ന് ഒരു പുതിയ അനുഭവം, പുതിയല്ല, ഏറെ കാലം മുന്നേ ഉണ്ടായിട്ടുള്ളതാണ് ഒരു പത്രക്കട്ടിങ്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ള ഒരു ന്യൂസാണ് കേട്ടോ ഇത്. താലി മറന്നു വെച്ച വരന് റൂം പോയി രക്ഷകനായി. ഗുരുവായൂരിൽ മറന്നു വെച്ച 10 പവൻ്റെ വിവാഹത്താലിയും മോതിരവും 25,000 രൂപയും അടങ്ങിയ ബാഗ് വരന് തിരിച്ചു നൽകി റൂം ബോയ് സത്യസന്ധത കാട്ടി. പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസ് വളപ്പിൽ പാർക്ക് ചെയ്ത വാഹനത്തിൻ്റെ ബോണറ്റിൽ മറന്നുവെച്ച ബാഗാണ് റൂം ബോയ് MP മോഹനകൃഷ്ണൻ ഉടമയെ ഏൽപ്പിച്ചത്. ഏറെ ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്ത വാഹനത്തിൻ്റെ ബോണറ്റിന് മുകളിൽ ബാഗ് ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട റൂംബോയി ബാഗ് എടുത്ത് പാഞ്ചജന്യം മാനേജർ ദിവാകരനെ ഏൽപ്പിക്കുകയായിരുന്നു. വിഷമിച്ച് ഓടിയെത്തിയ വരൻ്റെ സംഘത്തിന് താലി അടങ്ങിയ ബാഗ് തിരിച്ചു കിട്ടിയപ്പോൾ സന്തോഷാധിക്യത്താൽ നന്ദി പറയാൻ വാക്കുകളില്ലാതായി. വ്യാഴാഴ്ചയായിരുന്നു വിവാഹം. ഇതിലെ റൂംബോയി ഉണ്ടല്ലോ, ഇന്ന് ഗുരുവായൂരിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന മോഹനകൃഷ്ണൻ, അദ്ദേഹം തമ്പി അണ്ണൻ എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. വളരെ സാധു മനുഷ്യരാണ്. എൻ്റെ സിന്ധുവേച്ചിയുടെ ഭർത്താവാണ് അദ്ദേഹം. സിന്ധുവേച്ചിയും തമ്പിയണ്ണനൊക്കെ സാധു മനുഷ്യരാണ്. ഗുരുവായൂരിൽ എത്തുന്ന സാധുജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ യാതൊന്നും പ്രതീക്ഷിക്കാതെ സിന്ധുവേച്ചിയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധു മനുഷ്യർ, സത്യം പറഞ്ഞാൽ നിഷ്കളങ്കരായ 2 ആളുകൾ. ഗുരുവായൂരിലെത്തിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ കാണുക എന്നുള്ളത് ഇപ്പോൾ അപൂർവമാണ്. എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇന്നുള്ളത്. പക്ഷേ ഇവരങ്ങനെയല്ല. മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊന്നും ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ചേരുന്ന 2 വ്യക്തികൾ. സത്യം പറഞ്ഞാൽ ഭഗവാന്റെ പ്രതിരൂപമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചേച്ചീനെയൊക്കെ. സത്യം പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. ഏതോ ജന്മങ്ങളിൽ എന്തോ ബന്ധമുള്ള മാതിരിയാണ് ചേച്ചിയെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വ്യക്തി, അല്ലെങ്കിൽ എനിക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ബന്ധം എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു അനുഭവം പങ്കുവെക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഭഗവാന്റെ വലിയൊരു ലീലാവിലാസമുണ്ട് ഈ ഒരു പത്രവാർത്തയ്ക്കുള്ളിൽ. അതും കൂടി നിങ്ങളോട് അറിയിക്കുകയാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ള ഈ പത്രക്കട്ടിങ്ങാണ്. അതുപോലെ തന്നെ അദ്ദേഹം റൂം ബോയ് ആയിരിക്കുമ്പോൾ തന്നെ മറ്റൊരു അനുഭവം കൂടി അദ്ദേഹത്തിന് ഉണ്ടായി. ഇതേ അനുഭവം തന്നെ, ഇതുപോലെ പണം കളഞ്ഞു പോയിട്ടുള്ള ഒരു ബാഗ്, ഇതുപോലെ വിലപിടിപ്പുള്ള ഒരു ബാഗ് അദ്ദേഹത്തിന് കളഞ്ഞു കിട്ടി. അങ്ങനെ അദ്ദേഹം അതെന്ത് ചെയ്തു, ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ചില ആളുകൾ അത് പുറത്ത് പറയാൻ തയ്യാറായില്ല. അയാളാണ് മോഹനകൃഷ്ണനാണ് ഇവിടെ ഏൽപ്പിച്ചത് എന്ന് പറയാൻ തയ്യാറായില്ല. അതിൻ്റെ ക്രെഡിറ്റ് വാങ്ങിയത് മറ്റാളുകളായിരുന്നു. അങ്ങനെ ആ ഒരു ഇല്ലാത്ത ക്രെഡിറ്റ് വാങ്ങി ആ ആൾക്ക് എന്ത് ചെയ്തു, ഭയങ്കര സ്വീകരണമൊക്കെ ലഭിച്ചു. സത്യത്തിൽ യഥാർത്ഥത്തിൽ അത് ഏൽപ്പിച്ചത് നമ്മുടെ തമ്പിയണ്ണനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണനയൊന്നും ലഭിച്ചില്ല. എന്നാൽ അതിലൊന്നും അദ്ദേഹത്തിന് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭഗവാന് വേദന ഉണ്ടായിരുന്നു. ഭഗവാന്റെ ഭക്തനാണ്, ഭഗവാന്റെ സത്യസന്ധനായ ഭക്തനാണ്, ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ഭക്തനാണ് തമ്പിയണ്ണൻ. അതുകൊണ്ട് തന്നെ ഭഗവാൻ കാത്തിരുന്നു ഒരവസരത്തിന് വേണ്ടിയിട്ട്. അതുപോലെ മറ്റൊരവസരം കൂടി തമ്പിയണ്ണന് മുന്നിൽ ഉണ്ടാവുകയാണ്. ഇതുപോലെ ബാഗ് മറന്നു വയ്ക്കുന്നു, താലിയും മറന്നു വയ്ക്കുന്നു. അപ്പോൾ അതും അദ്ദേഹം സത്യസന്ധതയോടെ പാഞ്ചജന്യത്തിൽ ഏൽപ്പിക്കുകയാണ്. ഗസ്റ്റ് ഹൗസിൽ അവിടെ ഏൽപ്പിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ആർക്കും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള കൈകളിലേക്ക് തന്നെ അതിൻ്റെ ഒരു സ്വീകരണവും ആ ഒരു ആശംസകളൊക്കെ എത്തി എന്നുള്ളതാണ്. നേരത്തെ ഇതേ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടും ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ളവരായിരുന്നു അതിൻ്റെ ക്രെഡിറ്റ് വാങ്ങിയത്. എന്തായാലും അദ്ദേഹത്തിന് ചെറിയൊരു സങ്കടം ഉണ്ടായിരിക്കും. പക്ഷേ ഒന്നും പ്രതീക്ഷിക്കാത്ത ആ മനസ്സ് അതൊന്നും കാര്യമാക്കിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഭഗവാന് അത് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. അതേ സാഹചര്യം തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തു ഭഗവാൻ. എന്നിട്ട് അദ്ദേഹത്തിന് ആവോള സ്വീകരണവും സ്വീകാര്യതയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്.
ഇന്നും സിന്ധുവേച്ചി ആ പത്ര കട്ടിങ്സൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഓർമ്മകളാണല്ലോ. ഇന്നും ഇന്ന് അദ്ദേഹം റിട്ടയർഡായി ഇന്നും ഭഗവാന്റെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ 2 മഹത് വ്യക്തികളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അവരെ പരിചയപ്പെടാൻ സാധിച്ചത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് മാസങ്ങളെ അവരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ നാട്ടിൽ ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഭഗവാൻ എന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റി. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമുണ്ട്. എന്നാലും കുറച്ച് മാസങ്ങളാണെങ്കിലും എനിക്ക് സിന്ധുവേച്ചിനെയും ഏട്ടനൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം. അവരുടെ കുടുംബത്തിലേക്ക് പോകാനും ആ കുടുംബത്തിലെ ഒരു അംഗം പോലെ നിൽക്കാനൊക്കെ സാധിച്ചത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഏതോ ജന്മത്തിലെ എൻ്റെ ഒരു പുണ്യമായിട്ടൊക്കെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഭഗവാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കൂ. നമ്മൾക്ക് അർഹതപ്പെട്ടത് നമ്മുടെ മുന്നിലേക്ക് ഭഗവാൻ എത്തിക്കുക തന്നെ ചെയ്യും. നമ്മളെ ഭഗവാൻ കൈവിടില്ല. ആര് കൈവിട്ടാലും ഭഗവാൻ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. പരീക്ഷണങ്ങൾ ഉണ്ടാവും, പക്ഷേ പതറരുത്. ഭഗവാൻ കൂടെ ഉണ്ടെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കേട്ടോ. ഇതുപോലെ കൃഷ്ണാനുഭവങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാം. നമ്മുടെ കൃഷ്ണാനുഭവങ്ങൾ കേട്ട് മറ്റുള്ളവരുടെ മനസ്സിൽ മഞ്ഞുരുകും. തീർച്ചയായിട്ടും പ്രതീക്ഷയുടെ വെളിച്ചമുണ്ടാകും. നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന വലിയൊരു പുണ്യമാണ്, ഭഗവാനോട് ചെയ്യുന്ന പുണ്യമാണ്. കാരണം ഭഗവാൻ നമുക്കൊരു അനുഭവം നൽകുമ്പോൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ മടി കാണിക്കാതിരിക്കുക. അത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലും ഭക്തി എന്ന വെളിച്ചം നിറയുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണേ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.